മക്കളില്ലാത്ത ഒരുപാട് പേര് സഹോദരൻ പറഞ്ഞു, അതെ കല്യാണം കഴിഞ്ഞ് 8 വർഷമായി, 80 വർഷമായില്ലല്ലോ, 8 ആയുള്ളൂ. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. നമ്മൾ കണ്ട ആശുപത്രി മുഴുവൻ കയറി ഇറങ്ങി മരുന്ന് തിന്ന് കൗണ്ടിങ് ഇല്ല, ഗർഭപാത്രമില്ല, അതില്ല ഇതില്ല എന്ന് പറഞ്ഞ് ഉള്ള മരുന്ന് മുഴുവനും കഴിച്ചിട്ട് ഉള്ള ആരോഗ്യം കളയുക. പൊന്നാരി ചെന്നാതി, നിനക്ക് മക്കളെ കിട്ടണമെങ്കിൽ മരുന്ന് എന്തിനാ കഴിക്കുന്നത്? മരുന്ന് കഴിച്ച മക്കൾ ചുമ്മാതാണ്. കൗണ്ടിങ് ഇല്ല, അതില്ല ഇതില്ല എന്ന്. എടോ, മക്കൾ എന്ന് പറഞ്ഞ എന്താ? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ ബീവിക്ക് മക്കളില്ലായിരുന്നു. എന്താ കൗണ്ടിങ് ഇല്ലാത്തോണ്ടാ? അള്ളാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷ ബീവിക്ക് മക്കളുണ്ടോ? ഉണ്ടോ? ഇതെന്ത് കുഴപ്പം? മക്കൾ എന്ന് പറയുന്നത് അമ്മ തരുന്ന ഒരു സമ്മാനമാണ്. ചിലപ്പോ അമ്മ കൊടുക്കും, കൊടുക്കില്ല, അത്രേ ഉള്ളൂ. എടാ, മക്കൾ കെട്ടിയിട്ട് കണ്ണുനീർ പിടിക്കുന്ന എത്ര പേരുണ്ട്? മക്കൾ കാരണം നാണം കെട്ട് കണ്ണുനീർ പിടിക്കുന്നവരില്ലേ? എന്നാ മക്കളില്ലാതെ കരയുന്നവരില്ലേ? അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ചുമ്മാതെ ഞാൻ പറയുന്നത്, ചുമ്മാതെ ആയുസ് കളയരുത് സഹോദര. ഇന്ന് അധികം പേർക്ക് മക്കളില്ലാത്തതിന്റെ കാരണം എന്തെന്നറിയോ? ഇനി ഉണ്ടാകില്ല എന്നുള്ള നിരാശ വൻഭാവ. ചെറിയ പാവമല്ല, എന്റെ അള്ളാഹ് തരാൻ